ഹായ്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച വാൾപേപ്പറാണ്. ഇത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് ഇതാണ് ഡിസൈൻ. ഇത് ആദ്യം ഒരെണ്ണം ഞാൻ മേടിച്ച് നോക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം പിന്നെ രണ്ടെണ്ണം കൂടെ ഇതേപോലെ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉണ്ട്. ഈ പില്ലറ് ഒട്ടിക്കാനാണ്. ഇത് ഞാൻ ഈ വീട് പണിത സമയത്ത് നമ്മൾ വരപ്പിച്ചതാണ്. ഈ വരപ്പിച്ചത് ഇപ്പൊ കളർ മൊത്തം ഫെയ്ഡായി പോയി. ഇവിടെ നിന്നൊക്കെ കുറെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് പുട്ട് ടച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ വാൾപേപ്പർ ഒട്ടിക്കാവുന്ന ഓർത്തിട്ടാ. കാര്യം ഇവിടെ ഈ ചെടി വെച്ചേക്കുന്നത് നനയ്ക്കുമ്പോഴും പിന്നെ വെയിൽ തട്ടുമ്പോഴൊക്കെ ഇതങ്ങോട്ട് മങ്ങി മങ്ങി പോവുക. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വാൾപേപ്പർ ഒട്ടിക്കാവുന്ന. കാര്യം വരയ്ക്കാനായിട്ട് ആളിനെ നോക്കുമ്പോഴത്തേക്ക് അയാൾ ഒത്തിരി ദൂരെയാണ്. അവിടെ നിന്ന് വരുമ്പം നല്ല ചാർജും കൊടുക്കണം. പിന്നെ അതിൻ്റെ മെറ്റീരിയലും വരയ്ക്കുന്നതിൻ്റെ കൂലിയും എല്ലാം ആയി വരുമ്പോൾ പിന്നെ ഇത് കുറച്ച് ദിവസം ആകുമ്പോൾ മങ്ങും. അതിന് ഇതാകുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് മേടിച്ചതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വാൾപേപ്പർ ഒട്ടിക്കാൻ പോണത്. ശരിയാവുമെന്നൊന്നും അറിയത്തില്ല, പരീക്ഷിച്ച് നോക്കാം. ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. നമ്മുടെ വീട്ടിലല്ലേ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് സാധനം, ഇതാണ് ഡിസൈന്. ഇത് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടം വരെ കിട്ടത്തില്ല, ഇവിടെ ഗ്യാപ്പ് വരും. അപ്പം ഞാൻ ഓർത്തത് ഇങ്ങനെ വെച്ചൊട്ടിക്കാം. ഇങ്ങനെ വെച്ചൊട്ടിക്കുമ്പോൾ പക്ഷെ ആ ഡിസൈനിൻ്റെ ഭംഗി കിട്ടുമോ എന്നുള്ളത് ഒരു സംശയമാണ്. ഇങ്ങനെ തന്നെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ഇങ്ങനെ തന്നെ ഒട്ടിക്കാം. അങ്ങൊക്കെ ബബിൾസ് വന്നിട്ടുണ്ട്, അതിങ്ങനെ കളയുവാണ്. ഒരിക്കൽ ആദ്യത്തെ പീസ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ പീസ്. ഇതുണ്ട്, ആദ്യത്തെ പീസിനേക്കാളും നീളം കുറവാണ് രണ്ടാമത്തെ പീസ് എടുത്തപ്പോൾ. മൂന്നാമത്തെ പീസ് ഇതിലും നീളം കുറവാണ്, ഇവിടം വരെ ഉള്ളു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാ. ഇനിയിപ്പോൾ ഇത് തികയത്തില്ല. ഇതിപ്പോൾ ആകെ 3 പീസേ ഉള്ളൂ. അപ്പോൾ ഒരു പീസ് ഇവിടെ ഒട്ടിച്ച് രണ്ടാമത്തെ ഇവിടെ, പിന്നെ 3 ഈ സൈഡ് 4. ഇനി ഒരു പീസും കൂടെ വന്നാലേ ഈ പില്ലറിന്റെ 4 സൈഡ് ക്ലിയർ ചെയ്യാൻ പറ്റൂ. പിന്നെയും 4 പീസും കൂടെ മേടിക്കണം. എനിക്ക് ഇവിടെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അളവ് എല്ലായിടും ഒരേപോലെ അല്ല, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. എന്തായാലും ഒട്ടിക്കാം. ഇത് ഒട്ടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പാടാ, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ള കാരണേ. ആദ്യത്തെ പീസ് ഒട്ടിച്ചപ്പോഴേ ഇവിടെ ഇച്ചിരി കൂടുതലും ഈ എൻഡ് കുറവും ആയിപ്പോയി. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 1.25 കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ടേ ഇത് 1.25 ഇവിടെ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിങ്ങനെ. എന്നിട്ട് നമ്മൾ അപ്പം ഇവിടെയും നൈസായിട്ട് ഈ എഡ്ജ് കൊണ്ടുവന്ന് നിർത്തിയില്ല, ഇത് ഇങ്ങോട്ടൊരു പൊടിക്ക് മടക്കാൻ നിർത്തിയിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ അരികിന്ന് ആരേലും വന്ന് നോണ്ടി നോക്കുമ്പോൾ ഇളകി വരും. അപ്പം ഇനി അടുത്ത പീസ് വരുമ്പോൾ പരമാവധി ഇങ്ങനെ ഇതിൻ്റെ മേളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
അന്നേരം എന്താന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ ഞങ്ങൾ ഇത് പില്ലർ ഇതേണൊക്കെ വരച്ചിട്ടിരുന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ഡെയിലി വാടകയ്ക്ക് അല്ലെങ്കിൽ മാസ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു ട്രീറ്റ്മെന്റിന് വരുന്നവർക്ക്. അപ്പൊ ഈ വരുന്നവരിങ്ങനെ എഡ്ജ് വെച്ച് പിച്ച് പിച്ച് നോക്കും ഇത് പെയിന്റിങ് ആണോ അത് ഒറിജിനൽ തടിയാണോന്ന് അറിയാൻ ഇങ്ങനെ ഈ അരികു മൊത്തം എന്തേ കണ്ട ഇങ്ങനെ കിള്ളി കിള്ളി നോക്കുമായിരുന്നു. അങ്ങനെ അധികം ബാലൻസ് ഒന്നും ഇല്ല, പിന്നെ രണ്ട് കൈയും നിവരാത്തതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടും ഉള്ളത് കാരണം എൻ്റെ ബാലൻസ് പോലെ ഞാനങ്ങ് ചെയ്യുക. നമ്മളെ വീടല്ലേ, ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റിയാലും ആരോടൊന്നും പറയണ്ടല്ലോ. ഒന്നേകാല് ചെയ്ത് വെച്ചിരുന്ന എവിടെയാന്ന് നോക്കട്ടെ. ഇത് നമ്മള് രണ്ടാമത്തെ പീസും ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ പീസ് ഒട്ടിക്കാൻ പോവുക. ഇതും കൂടെ ഉള്ളു നമ്മളടുത്ത് പീസ്. ഇനി ഇതുണ്ട ആദ്യത്തെ പീസ് ഇവിടം വരെ ലെങ്ത് കിട്ടി, രണ്ടാമത്തെ എടുത്തപ്പോ ഇവിടം വരെ ഉള്ളു. ഇനി മൂന്നാമത്തത് അത്രയും പോലും ഇല്ല. ഇത് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബബിള് കളഞ്ഞ് കളഞ്ഞ് വരും. അങ്ങനെ നമ്മുടെ പില്ലറില് സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മളെ മേടിച്ച അത്രയും സ്റ്റിക്കർ ഒട്ടിച്ച് തീർത്തേ. ഇതെങ്ങനെ ഉണ്ട്, കൊള്ളാവോ? ഇനി പോരാതെ വരുന്നത് വീണ്ടും ഇനി ഓർഡർ ചെയ്യാം. ഇവിടുന്ന് ഈ ഒരു ഫേസ് ഒട്ടിക്കാനുണ്ട്, പിന്നെ മേപ്പോട്ടും അത്രയും തികഞ്ഞിട്ടില്ല. ഈ ഇത്രയും ഇവിടുന്ന് കാണുന്ന ഏരിയ ഇപ്പൊ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ചെടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ആദ്യം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഇപ്പോഴാണോ ഇവിടെ പപ്പാനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പപ്പാനിയൊക്കെ വന്നിട്ട് പോയി. കൊള്ളാവോ? അതൊക്കെ ഇഷ്ടപ്പെട്ടാ? നല്ലതാണോ? നമുക്ക് ഈ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കാം.